ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു അന്താരാഷ്ട്ര ദിനമാണ്, ഇന്റർനാഷണൽ ഡേ ടു പ്രൊട്ടക്ട് എഡ്യൂക്കേഷൻ ഫ്രം അറ്റാക്ക്. കുട്ടികളുടെ വിദ്യാഭ്യാസ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. ഇന്റർനാഷണൽ ഡേ ടു പ്രൊട്ടക്ട് എഡ്യൂക്കേഷൻ ഫ്രം അറ്റാക്ക് എന്നുള്ളത് എന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ മാസം 9-ാം തീയതിയാണ്. അപ്പോൾ സെപ്റ്റംബർ മാസം 9-ാം തീയതിയാണ് ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ ഡേ ടു പ്രൊട്ടക്ട് എഡ്യൂക്കേഷൻ ഫ്രം അറ്റാക്ക് എന്ന ദിനം ആചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു ഡേ പഠിച്ചു. ഐക്യരാഷ്ട്രസഭ ആദ്യമായിട്ട് ആചരിച്ച മറ്റൊരു ദിനം ഇന്റർനാഷണൽ ഡേ ഫോർ ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് എന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ മാസം 7-ആണത്. സെപ്റ്റംബർ മാസം 9 ഐക്യരാഷ്ട്രസഭ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഡേ ടു പ്രൊട്ടക്ട് എഡ്യൂക്കേഷൻ ഫ്രം അറ്റാക്ക്, കുട്ടികളുടെ വിദ്യാഭ്യാസ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. അടുത്തത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ദേശീയ ഭാഷകളിൽ ഒന്നായി ഹിന്ദി തിരഞ്ഞെടുത്തതിനോടുള്ള ആദരസൂചകമായിട്ട് സെപ്റ്റംബർ 14 നമ്മൾ നാഷണൽ ഹിന്ദി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ നാഷണൽ ഹിന്ദി ഡേ എന്നാണ് ആചരിക്കുന്നത്? സെപ്റ്റംബർ മാസം 14. അങ്ങനെയാണെങ്കിൽ വേൾഡ് ഹിന്ദി ഡേ നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ജനുവരി മാസം 10-ാം തീയതിയാണ്. അപ്പോൾ വേൾഡ് ഹിന്ദി ഡേ ജനുവരി മാസം 10, നാഷണൽ ഹിന്ദി ഡേ സെപ്റ്റംബർ മാസം 14. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയുടെ ഭാഗമായ അടൽ ഇന്നൊവേഷൻ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഇനിഷ്യേറ്റീവാണ്. അതിന്റെ പേര് ആത്മനിർഭർ ഭാരത് എറൈസ്, ANIZ എന്നാണ്. ആത്മനിർഭർ ഭാരത് എറൈസിന്റെ ഫുൾ ഫോം അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ഫോർ മീഡിയം ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് എന്നാണ്. അപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഇനിഷ്യേറ്റീവാണ് ആത്മനിർഭർ ഭാരത് എറൈസ്, ANIZ എന്നുള്ളത്. അടൽ ന്യൂ ഇന്ത്യ ചാലഞ്ചസ് എന്നുള്ളത്. അപ്പോൾ MSME മേഖലയിലെ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുക, അതുപോലെ തന്നെ MSME മേഖലയിൽ കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് അടൽ ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ച പുതിയ ഇനിഷ്യേറ്റീവാണ് ആത്മനിർഭർ ഭാരത് എറൈസ്, ANIZ എന്നുള്ളത്. അടൽ ഇന്നൊവേഷൻ മിഷന്റെ ആസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹിയിലാണ്. നിലവിലെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മിഷൻ ഡയറക്ടർ രമണൻ രാമനാഥനാണ്. അപ്പൊ ആ പേര് തീർച്ചയായിട്ടും ഓർമ്മിച്ച് വെച്ചിരിക്കുക. രമണൻ രാമനാഥൻ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മിഷൻ ഡയറക്ടറാണ്. അടൽ ഇന്നൊവേഷൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രോഗ്രാമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടൽ ഇന്നൊവേഷൻ മിഷന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. നിലവിലെ മിഷൻ ഡയറക്ടർ രമണൻ രാമനാഥനാണ്. അതുപോലെ MSME മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണിത്. MSME മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര മന്ത്രി ആരാണ്? ശ്രീ നിതിൻ ഗഡ്കരിയാണ്. അപ്പോൾ MSME മേഖലയിലെയും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ അവർക്ക് പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് അടൽ ഇന്നൊവേഷൻ മിഷൻ, നീതി ആയോഗിന്റെ ഭാഗമായ അടൽ ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ച ഒരു ഇനിഷ്യേറ്റീവാണ് ആത്മനിർഭർ ഭാരത് എറൈസ്, ANIZ എന്നുള്ളത്. അടൽ ന്യൂ ഇന്ത്യ ചാലഞ്ചസ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ആണ്. അതിന്റെ പേരാണ് ഈസ് എന്നുള്ളത്. ഈസ് 2.0. ഈസ് ഇൻഡെക്സ് 2018 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഈസ് 2 ഇൻഡെക്സ് ആണ് റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈസിന്റെ ഫുൾ ഫോം എൻഹാൻസ്ഡ് ആക്സസ് ആൻഡ് സർവീസ് എക്സലൻസ് എന്നാണ്. ഈ സൂചിക ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനാണ്. മികച്ച പ്രവർത്തനം നടത്തുന്ന പബ്ലിക് സെക്ടർ ബാങ്കുകൾ, പൊതുമേഖലാ ബാങ്കുകളെ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായിട്ട് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സൂചികയാണ് ഈസ് 2.0 ഇൻഡെക്സ് എന്നുള്ളത്. റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഈസ് 2.0 ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ള ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. രണ്ടാമതുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, SBI ആണ്. മൂന്നാമത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആണ്. അപ്പോൾ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ഈസ് 2.0 ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ള ബാങ്ക് ഏതാണ്? ബറോഡയാണ്, ബാങ്ക് ഓഫ് ബറോഡയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും മൂന്നാം സ്ഥാനത്തുള്ളത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സുമാണ്. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീ രജനീഷ് കുമാറാണ്. SBIയുടെ ചെയർമാനായ ശ്രീ രജനീഷ് കുമാറാണ് നിലവിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ചെയർമാൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സിനിമാ താരം, ബോളിവുഡ് താരമായ ആയുഷ്മാൻ ഖുറാനയെ പറ്റിയാണ്. യൂണിസെഫ് നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുടെ ചിൽഡ്രൻസ് ഫണ്ട്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടാണ് യൂണിസെഫ്. യൂണിസെഫിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്, കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അതിന്റെ പേരാണ് ഫോർ എവറി ചൈൽഡ് എന്നുള്ളത്. ഈ ക്യാമ്പയിന്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആയുഷ്മാൻ ഖുറാന. അപ്പോൾ റീസെന്റ് ആയിട്ട് യൂണിസെഫിന്റെ ഫോർ എവറി ചൈൽഡ് ക്യാമ്പയിന്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് നിയമിതനായ ബോളിവുഡ് താരമാരാണ്? ആയുഷ്മാൻ ഖുറാനയാണ്. യൂണിസെഫിന്റെ ആസ്ഥാനം നമുക്കറിയാം ന്യൂയോർക്കിലാണ്. യൂണിസെഫിന്റെ നിലവിലെ
എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹെൻറിറ്റ എച്ച് ഫോർ ആണ്. അപ്പോ യൂണിസെഫിന്റെ ചൈൽഡ് റൈറ്റ്സ് ക്യാമ്പയിനായ ഫോർ എവറി ചൈൽഡ് എന്ന ക്യാമ്പയിന്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് നിയമിതനായിരിക്കുകയാണ് ബോളിവുഡ് താരം ആയുഷ്മാൻ ഖുറാന. ആയുഷ്മാൻ ഖുറാനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറും ശ്രീ ആയുഷ്മാൻ ഖുറാനയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ്. അതിന്റെ പേര് 5 സ്റ്റാർ വില്ലേജസ് എന്നാണ്. റൂറൽ ഏരിയകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ എല്ലാവിധ സേവനങ്ങളും പൂർണ്ണ തോതിൽ ലഭ്യമാക്കുന്നതിനായിട്ട് ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് 5 സ്റ്റാർ വില്ലേജസ് എന്നുള്ളത്. ഇന്ത്യ പോസ്റ്റിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ശ്രീ വിനീത് പാണ്ഡെയാണ്. അപ്പൊ പേര് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇന്ത്യ പോസ്റ്റിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ശ്രീ വിനീത് പാണ്ഡെയാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ശ്രീ രവിശങ്കർ പ്രസാദാണ്. അപ്പോൾ 5 സ്റ്റാർ വില്ലേജസ് എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സൂചികയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ആണ്, ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ്. സാമ്പത്തിക മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു ഇൻഡെക്സ് ആണ് വിവിധ രാജ്യങ്ങളുടെ. ഈ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് കാനഡയിലെ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ കാനഡയിലെ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് എന്ന സൂചിക എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നത്. 2020 ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഹോങ്കോങ് ആണ്. രണ്ടാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരുമാണ്. അപ്പോൾ ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ 2020 ഏറ്റവും മുന്നിലുള്ള രാജ്യം ഹോങ്കോങ് ആണ്. രണ്ടാമത് സിംഗപ്പൂരാണ്. ഇന്ത്യക്ക് 2020 ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിലെ റാങ്ക് 105 ആണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇന്ത്യക്ക് 2020 ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 105 ആണ്. മുൻ വർഷങ്ങളിൽ നിന്നും കുറെ റാങ്കുകൾ ഇന്ത്യ പുറകോട്ട് പോയി. അപ്പോൾ ഗ്ലോബൽ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് കാനഡയിലെ ഫ്രൈസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 2020 ഇന്ത്യയുടെ റാങ്ക് 105 ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റിയാണ്. ഫിലിപ്പീൻസിലെ മണ്ഡലോയിങ് ആസ്ഥാനമായുള്ള ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഗുജറാത്തിലെ രഗ്നേസ്ത സോളാർ പാർക്കിന്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന ഫ്രാൻസിലെ എൻജോയ് ഗ്രൂപ്പുമായിട്ട് ധാരണയിൽ ഏർപ്പെട്ടിരിക്കുന്ന അന്തർദേശീയ ബാങ്കാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പോൾ ഗുജറാത്തിലെ രഗ്നേസ്ത സോളാർ പാർക്കിന്റെ നിർമ്മാണം നടത്തുന്ന ഫ്രാൻസിലെ എൻജോയ് ഗ്രൂപ്പുമായിട്ട് ധാരണയിൽ ഏർപ്പെട്ട അന്തർദേശീയ ബാങ്കാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. എഡിബിയുടെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു മണ്ഡലോയിങ് ആണ് ഫിലിപ്പീൻസിലെ. നിലവിലെ പ്രസിഡന്റ് മസറ്റ്സുഗു അസക്കാവയാണ്. അതുപോലെ എഡിബിയെ പറ്റി, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൽഹി മീററ്റ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ, ഡൽഹി മീററ്റ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിക്കായിട്ട് ഇന്ത്യക്ക് $500 മില്യൺ വായ്പ അനുവദിച്ച ബാങ്കും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പദ്ധതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള വേൾഡ് സമ്മിറ്റ് ഓൺ ഇൻഫർമേഷൻ സൊസൈറ്റി WSIS വിന്നർ പ്രൈസ് 2020 നേടിയിരിക്കുകയാണ് പശ്ചിമബംഗാൾ സർക്കാരിന്റെ സബൂജ് സാത്തി സ്കീം എന്ന പദ്ധതിക്ക്. അപ്പോൾ റീസെന്റ് ആയിട്ട് പശ്ചിമബംഗാൾ സർക്കാരിന്റെ സബൂജ് സാത്തി സ്കീമിന് ഐക്യരാഷ്ട്രസഭയുടെ WSIS വിന്നർ പ്രൈസ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് വിഭാഗത്തിലാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ബൈസൈക്കിൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സബൂജ് സാത്തി സ്കീം. അപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഏത് സംസ്ഥാനമാണ്? വെസ്റ്റ് ബംഗാളാണ്. ഈ പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് സമ്മിറ്റ് ഓൺ ദ ഇൻഫർമേഷൻ സൊസൈറ്റി വിന്നർ പ്രൈസ് 2020 ലഭിച്ചിരിക്കുകയാണ്. പശ്ചിമബംഗാളിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം കൊൽക്കത്തയാണ്. ചീഫ് മിനിസ്റ്റർ ശ്രീമതി മമതാ ബാനർജിയാണ്. ഗവർണർ ശ്രീ ജഗദീപ് ധൻഖറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. WHO ലോകാരോഗ്യ സംഘടനയുടെ COVID-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഒരു പാനൽ, ഇൻഡിപെൻഡന്റ് പാനൽ ഫോർ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസിലേക്ക് നിയമിതയായ ഇന്ത്യക്കാരിയാണ് മുൻ ഹെൽത്ത് സെക്രട്ടറിയായ പ്രീതി സുദൻ. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. WHOയുടെ ഇൻഡിപെൻഡന്റ് പാനൽ ഫോർ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസിന്റെ മെമ്പറായിട്ട് നിയമിതയായിരിക്കുകയാണ് പ്രീതി സുദൻ. WHO ആസ്ഥാനം നമുക്കറിയാം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് IIT ഗുവാഹട്ടിയെ പറ്റിയാണ്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഒരു സെൽഫ് ചെക്ക് കിയോസ്ക് വികസിപ്പിച്ച സ്ഥാപനമാണ് IIT ഗുവാഹട്ടി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യമായ ജപ്പാനെ പറ്റിയാണ്. റീസെന്റ് ആയിട്ട് പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഡിഫൻസ് ലോജിസ്റ്റിക്സിനായിട്ട് അക്വിസിഷൻ ആൻഡ് ക്രോസ് സർവീസിംഗ് എഗ്രിമെന്റ് ധാരണയിൽ ഏർപ്പെട്ട രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് അക്വിസിഷൻ ആൻഡ് ക്രോസ് സർവീസിംഗ് എഗ്രിമെന്റ് ധാരണയിൽ ഏർപ്പെട്ട രാജ്യമാണ് ജപ്പാൻ. ജപ്പാന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ടോക്കിയോ ആണ്. ജപ്പാന്റെ കറൻസി യെൻ ആണ്. ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ച ജപ്പാന്റെ പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ.
അപ്പോൾ പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ട് ദ അക്വിസിഷൻ ആൻഡ് ക്രോസ് സർവീസിംഗ് അഗ്രിമെന്റ് ഇന്ത്യയുമായിട്ട് ധാരണയിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ്? ജപ്പാനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് RF നരിമാനെ, രോഹിൻടൻ ഫാലി നരിമാനെ സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സണാണ് ജസ്റ്റിസ് RF നരിമാൻ. അങ്ങനെയാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? ജസ്റ്റിസ് ശരത് അരവിന്ദ് ബോബ്ദെയാണ്, SA ബോബ്ദെയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് DBS ബാങ്കിനെ പറ്റിയാണ്. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള DBS ബാങ്കിനെ പറ്റി. റീസെന്റ് ആയിട്ട് ഫിനാൻസ് പബ്ലിക്കേഷനായ ഗ്ലോബൽ ഫിനാൻസിന്റെ, ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഫിനാൻസ് പബ്ലിക്കേഷനായ ഗ്ലോബൽ ഫിനാൻസിന്റെ വേൾഡ്സ് ബെസ്റ്റ് ഗ്ലോബൽ ബാങ്ക് പുരസ്കാരം നേടിയിരിക്കുകയാണ് DBS ബാങ്ക്. അപ്പോ ഗ്ലോബൽ ഫിനാൻസിന്റെ വേൾഡ്സ് ബെസ്റ്റ് ഗ്ലോബൽ ബാങ്ക് പുരസ്കാരം നേടിയ അന്തർദേശീയ ബാങ്ക് ഏതാണ്? DBS ബാങ്ക് ആണ്. ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സിംഗപ്പൂരിലാണ്. DBS ബാങ്ക് ലിമിറ്റഡിന്റെ നിലവിലെ CEO പീയൂഷ് ഗുപ്തയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 13ാമത് എയ്റോ ഇന്ത്യയെ പറ്റിയാണ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ ഷോയും എക്സിബിഷനൊക്കെ നടക്കുന്ന എയ്റോ ഇന്ത്യ 2021 നടക്കാൻ പോകുന്നത്. ഇതിന് വേദിയാകുന്നത് കർണാടകയിലെ ബംഗളൂരുവിലെ യലഹങ്ക എയർഫോഴ്സ് ബേസ് ആണ്. അപ്പോൾ 13ാമത് എയ്റോ ഇന്ത്യ നടക്കുന്നത് എവിടെയാണ്? യലഹങ്ക എയർഫോഴ്സ് ബേസിലാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് ആരാണ്? ശ്രീ രാകേഷ് കുമാർ സിംഗ് ബദൌരിയാണ്, RKS ബദൌരിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ നിലവിലെ തലവൻ. അപ്പോൾ 13ാമത് എയ്റോ ഇന്ത്യ നടക്കുന്നത് എവിടെയാണ്? യലഹങ്ക എയർഫോഴ്സ് ബേസിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മേഘാലയയെ പറ്റിയാണ്. പോർക്ക്, പന്നി മാംസം ഇറക്കുമതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പിഗറി പ്രോജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മേഘാലയ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പിഗറി പ്രോജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയാണ്. മേഘാലയയുടെ ക്യാപിറ്റൽ ഷില്ലോങ് ആണ്. മേഘാലയയുടെ ഗവർണർ ഗോവയുടെ മുൻ ഗവർണറായിരുന്ന ശ്രീ സത്യപാൽ മാലിക് ആണ്. അതുപോലെ മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ ശ്രീ കൊൺറാഡ് സാങ്മയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പിഗറി പ്രോജക്ട് നിലവിൽ വരുന്നത് സംസ്ഥാനം ഏതാണ്? മേഘാലയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ സമ്മിറ്റിനെ പറ്റിയാണ്. G20 ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ സബ് ഓർഗനൈസേഷനായ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടന്ന G20 രാജ്യങ്ങളുടെ സമ്മേളനമാണ്. G20 ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സിന്റെ സമ്മിറ്റാണ് G20 ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റ് എന്നുള്ളത്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സൗദി അറേബ്യ തന്നെയായിരുന്നു. അപ്പോ G20 ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റ് 2020 അധ്യക്ഷത വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് കേന്ദ്ര ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയായ ശ്രീ സന്തോഷ് ഗാംഗ്വാറാണ്. G20 2020 അധ്യക്ഷത വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. G20 2020 ചെയർമാൻ സൗദി രാജാവായ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് ആണ്. അതുപോലെ G20 2020 പ്രമേയം റിയലൈസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ 21st സെഞ്ചുറി ഫോർ ഓൾ എന്നതാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നാസ്കോം, നാഷണൽ അസോസിയേഷൻ ഫോർ സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനിയുടെ ഫ്യൂച്ചർ സ്കിൽസും അതുപോലെ ടെക് ജയന്റായ മൈക്രോസോഫ്റ്റും ചേർന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ആരംഭിച്ച AI സ്കിൽ ഇനിഷ്യേറ്റീവ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ കൂടുതൽ ട്രെയിനിങ് നൽകുന്നതിന് ആരംഭിച്ച ഒരു ഇനിഷ്യേറ്റീവാണ് AI ക്ലാസ് റൂം സീരീസ് എന്നുള്ളത്. അപ്പോൾ നാസ്കോമിന്റെ ഭാഗമായ ഫ്യൂച്ചർ സ്കിൽസും മൈക്രോസോഫ്റ്റും ചേർന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ കൂടുതൽ ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ട്, പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ഇനിഷ്യേറ്റീവാണ് AI ക്ലാസ് റൂം സീരീസ് എന്നുള്ളത്. നാസ്കോമിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. നിലവിലെ പ്രസിഡന്റ് ദേവ്ജാനി ഘോഷാണ്. മൈക്രോസോഫ്റ്റിന്റെ CEO നമുക്കറിയാം സത്യ നദല്ലയാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റും നാസ്കോമിന്റെ ഫ്യൂച്ചർ സ്കിൽസും ചേർന്ന് AI മേഖലയിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഇനിഷ്യേറ്റീവാണ് AI ക്ലാസ് റൂം സീരീസ് എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മറാത്തി ചലച്ചിത്രത്തിനെ പറ്റിയാണ്, ദ ഡിസൈപ്പിൾ. റീസെന്റ് ആയിട്ട് കഴിഞ്ഞ വെനീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ ചലച്ചിത്രമാണ് ദ ഡിസൈപ്പിൾ. ഇപ്പോ മറാത്തി ചലച്ചിത്രമായ ദ ഡിസൈപ്പിളിന് വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയിരിക്കുകയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചൈതന്യ തംഹാനെയാണ്. അപ്പോൾ ദ ഡിസൈപ്പിൾ എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചൈതന്യ തംഹാനെയാണ്. ഈ ചിത്രത്തിന് 2020 വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് YSR അസറ സ്കീം എന്നതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് തുടങ്ങിയ വിഭാഗത്തിലെ വനിതകൾ
സ്വയം സഹായ സംഘങ്ങൾ വഴി, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി എടുത്തിട്ടുള്ള വായ്പകൾ മുഴുവനും സർക്കാർ ഏറ്റെടുത്ത് ആ വായ്പകൾ സർക്കാർ തിരിച്ചടയ്ക്കുന്ന രീതിയിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ആരംഭിച്ച ഒരു പദ്ധതിയാണ് YSR അസറ സ്കീം എന്നുള്ളത്. അപ്പോ വനിതകൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി, സ്വയം സഹായ സംഘങ്ങൾ വഴി എടുത്ത ലോണുകൾ സർക്കാർ തിരിച്ചടയ്ക്കുന്ന രീതിയിൽ ആരംഭിച്ച പദ്ധതിയാണ് YSR അസറ സ്കീം എന്നുള്ളത്. അപ്പൊ ആരംഭിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ഗവർണർ ശ്രീ ബിശ്വഭൂഷൺ ഹരിചന്ദനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനം ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് ഗരിമ എന്നാണ്. ശുചീകരണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായിട്ട് ഒഡീഷ സർക്കാർ ആരംഭിച്ച ഒരു ക്ഷേമ പദ്ധതിയാണ് ഗരിമ സ്കീം എന്നുള്ളത്. ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ ആണ്. ഒഡീഷയുടെ ഗവർണർ ശ്രീ ഗണേഷി ലാലാണ്. ചീഫ് മിനിസ്റ്റർ ശ്രീ നവീൻ പട്നായിക് ആണ്. അപ്പൊ ഗരിമ സ്കീം ആരംഭിച്ചിരിക്കുന്നത് ഒഡീഷയിലാണ്. YSR അസറ സ്കീം ആരംഭിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലെ ഖത്വ ജില്ലയിലെ ഹീരാനഗർ എന്ന സ്ഥലത്തെ പറ്റിയാണ്. അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ഹീരാനഗറിലാണ്. അപ്പോൾ നമ്മുടെ മുൻ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്ന ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ സ്മരണാർത്ഥം നിലവിൽ വരുന്ന അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഖത്വ ജില്ലയിലെ ഹീരാനഗറിലാണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ മനോജ് സിൻഹയാണ്. അതുപോലെ ന്യൂഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിന്റെ പുതിയ പേരാണ് അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പൊ അതുകൂടെ ഓർമ്മിച്ചു വെച്ചേക്കാം. അപ്പൊ അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നത് ഹീരാനഗറിലാണ്. ന്യൂഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിന്റെ പുതിയ പേര് അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നതാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി എയർപോർട്ട് ന്യൂഡൽഹിയെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ കൊറോണ വൈറസ് എയർപോർട്ട് ടെസ്റ്റിംഗ് ഫെസിലിറ്റി നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇന്ത്യയിലെ ആദ്യ കൊറോണ വൈറസ് എയർപോർട്ട് ടെസ്റ്റിംഗ് ഫെസിലിറ്റി നിലവിൽ വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ആണ്. അതിലൊന്നാണ് റീസെന്റ് ആയിട്ട് നടന്ന US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ്. US ഓപ്പൺ 2020 പുരുഷ വിഭാഗം ടൈറ്റിൽ നേടിയിരിക്കുന്നത് ഓസ്ട്രിയൻ താരമായ ഡൊമിനിക് തെയ്മാണ്. ഫൈനലിൽ ജർമ്മൻ താരമായ അലക്സാണ്ടർ സെറേവിനെ പരാജയപ്പെടുത്തിയാണ് 2020 US ഓപ്പൺ ടൈറ്റിൽ ഡൊമിനിക് തെയ്ം നേടിയിരിക്കുന്നത്. അതുപോലെ 2020 US ഓപ്പൺ വനിതാ വിഭാഗം ടൈറ്റിൽ നേടിയിരിക്കുന്നത് ജപ്പാൻ താരമായ നവോമി ഒസാക്കയാണ്. ഫൈനലിൽ ബെലാറസ് താരം വിക്ടോറിയ അസരങ്കയെ പരാജയപ്പെടുത്തിയാണ് നവോമി ഒസാക്ക 2020 US ഓപ്പൺ ടൈറ്റിൽ നേടിയിരിക്കുന്നത്. ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ, രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ, മൂന്നാമത് വിംബിൾഡൺ, നാലാമത് US ഓപ്പൺ. COVID-19 പശ്ചാത്തലത്തിൽ 2020 ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റും വിംബിൾഡനും നടന്നില്ല. 2020 നടന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണുമാണ്. അപ്പോൾ US ഓപ്പൺ നമ്മളിപ്പോൾ പറഞ്ഞു. ഓസ്ട്രേലിയൻ ഓപ്പൺ ജനുവരിയിലാണ് നടക്കുന്നത്. 2020 ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ പുരുഷ വിഭാഗം ജേതാവാണ് സെർബിയൻ താരം നൊവാക് ജോക്കോവിക്. ഫൈനലിൽ ഓസ്ട്രേലിയൻ താരമായ ഡൊമിനിക് തെയ്മിനെ പരാജയപ്പെടുത്തിയാണ് നൊവാക് ജോക്കോവിക് ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 ടൈറ്റിൽ നേടിയിരിക്കുന്നത്. അതുപോലെ വനിതാ വിഭാഗം ഓസ്ട്രേലിയൻ ഓപ്പൺ ടൈറ്റിൽ നേടിയത് അമേരിക്കൻ താരമായ സോഫിയ കെനിനാണ്. ഫൈനലിൽ സ്പെയിൻ താരമായ ഗാർബിൻ മുഗുരസയെ പരാജയപ്പെടുത്തിയാണ് സോഫിയ കെനിൻ 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ ടൈറ്റിൽ നേടിയിരിക്കുന്നത്. അപ്പോൾ 2020 US ഓപ്പൺ ടൈറ്റിൽ നേടിയത് ആരാണ്? ഡൊമിനിക് തെയ്മാണ്. ഓസ്ട്രേലിയൻ താരമായ ഡൊമിനിക് തെയ്മാണ്. അതുപോലെ വനിതകളുടെ വിഭാഗം ടൈറ്റിൽ നേടിയിരിക്കുന്നത് ജപ്പാൻ താരമായ നവോമി ഒസാക്കയാണ്. അതുപോലെ ഫോർമുല 1 കാറോട്ട മത്സരമായ ടസ്കൻ ഗ്രാൻഡ് പ്രിക്സ് 2020 നേടിയിരിക്കുകയാണ് ലിവിസ് ഹാമിൽട്ടൺ. അപ്പോൾ ലിവിസ് ഹാമിൽട്ടൺ ആണ് 2020 ടസ്കൻ ഗ്രാൻഡ് പ്രിക്സ് ടൈറ്റിൽ നേടിയിരിക്കുന്നത്. അതുപോലെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് ആണ് കരീബിയൻ പ്രീമിയർ ലീഗ് CPL 2020 കരീബിയൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളായിട്ട് മാറിയിരിക്കുന്നത് ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സ് എന്ന ക്ലബ്ബാണ്. അപ്പോൾ കരീബിയൻ പ്രീമിയർ ലീഗ് 2020 ടൈറ്റിൽ നേടിയിരിക്കുന്നത് ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സ് ആണ്. ഫൈനലിൽ സെന്റ് ലൂസിയ സോക്സിനെ പരാജയപ്പെടുത്തിയാണ് ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സ് 2020 കരീബിയൻ പ്രീമിയർ ലീഗ് ടൈറ്റിൽ നേടിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2020 G20 എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് മീറ്റിന് അധ്യക്ഷത വഹിച്ച രാജ്യം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.
അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി സാനിറ്റൈസേഷൻ ഓൺ കോൾ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. സാനിറ്റൈസേഷൻ ഓൺ കോൾ സർവീസ് എന്ന ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.